ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് കട്ടിയുള്ള മീനൊക്കെ പൊരിക്കാൻ പറ്റിയ നല്ലൊരു കൂട്ടാണ്. എരിവും പുളിയും ഒക്കെ ഉള്ള നല്ലൊരു കൂട്ട്. അതിനുവേണ്ടി ഞാനിവിടെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കാൻ ശ്രമിക്കുക. പിന്നെ വേണ്ടത് 4-5 വെളുത്തുള്ളി. ഇനി ഇത് നന്നായി അരച്ചെടുക്കണം, നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് ചേർക്കാം മഞ്ഞൾപ്പൊടി ആൻഡ് മുളക് പൊടി. മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ അതിൻ്റെ ഇരട്ടിക്ക് തന്നെ മുളക് പൊടി ചേർക്കാൻ ശ്രമിക്കുക. അത് മീനെന്നല്ല, എല്ലാ നോൺ വെജിലും മുളക് പൊടി കൂടുതൽ ചേർത്താൽ അത് പൊളിയായിരിക്കും. അപ്പോൾ മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് നമുക്ക് നമ്മുടെ പാകത്തിന് ഉപ്പ് ചേർക്കുക. പിന്നെ അത് നന്നായി ഇളക്കി മറിച്ച് യോജിപ്പിച്ച് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് മീനിട്ടിട്ട് ഇളക്കി കൊടുക്കാം. മീനിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരിക്കട്ടെ, ഒരു 10-15 മിനിറ്റ് അവിടെ ഇരുന്നോട്ടെ, നന്നായി വിശ്രമിച്ചോട്ടെ. 10-15 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ പൊരിച്ചെടുക്കാം. അതിനുവേണ്ടി എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായിലേക്ക് നമുക്ക് ഓരോ മീനായി ഇട്ട് കൊടുക്കാം. മീനിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഹൈ ഫ്ലെയിമിൽ ഇടരുത്, മീഡിയം ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഹൈ ഫ്ലെയിമിലിട്ടാൽ അടിഭാഗം പെട്ടെന്ന് മുരിയും, പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് ഉപ്പ്, മുളക്, പുളി ഇതൊന്നും എത്തില്ല. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മൾ ഫിഷ് കുക്ക് ചെയ്തെടുക്കുക. കുക്ക് ചെയ്തെടുത്ത് പിന്നെ ഒരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് നന്നായി മൊരിയണമെങ്കിൽ നന്നായി മൊരിയിപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഇത് ഒരു വിധം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം, വിളമ്പാം, കഴിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ടാറ്റ, ബൈ ബൈ.